എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 9 ശ്ലോകം 34, 35, 36, 37, 38, 39, 40 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഒരു കാരുണ്യമില്ലാതെ എത്രയൊക്കെ ദുഃഖിച്ച് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ഒരു കാരുണ്യവും ആ വിപ്രപത്നിയിൽ തോന്നിയില്ല ആ സൗദാസന്. അങ്ങനെ പുലി പശുവിനെ പിടിക്കുന്ന മാതിരി പിടിച്ചങ്ങോട്ട് ഭക്ഷിച്ചു ആ ബ്രാഹ്മണന്, ഉത്തമ ബ്രാഹ്മണന്. ശ്ലോകം 34. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രാഹ്മണീ വീക്ഷ്യ ദിധിഷും പുരുഷാദേന ഭക്ഷിതം ശോചന്ത്യാത്മാനമുർവീശം അശപത് കുപിതാ സതി. ദിധിഷും ഗർഭാധാനം ചെയ്യാൻ ഇച്ഛിക്കുന്ന ഭർത്താവിനെ പുരുഷാദേന രാക്ഷസനാൽ ഭക്ഷിതം വീക്ഷ്യ ഭക്ഷിക്കപ്പെട്ടവനായിട്ട് കണ്ടിട്ട് സതീ ബ്രാഹ്മണി പതിവ്രതയായ ബ്രാഹ്മണി ആത്മാനം ശോചന്തിയും ആത്മാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവളും കുപിതാം കോപിച്ചവളുമായിട്ട് ഉർവീശം രാജാവിനെ അശപൽ ശപിച്ചു. സന്താനത്തെ ഉത്ഭവിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഭർത്താവിനെ, തൻ്റെ ഭർത്താവിനെ രാക്ഷസൻ ഭക്ഷിച്ചതായിട്ട് കണ്ടപ്പോൾ ആ പതിവ്രതയായ ആ ബ്രാഹ്മണ പത്നി വല്ലാതെ ദുഃഖിച്ചു. തൻ്റെ അനാഥസ്ഥിതിയെക്കുറിച്ച് വല്ലാത്ത ദുഃഖം തോന്നി, വല്ലാതെ ക്രോധം തോന്നി ആ രാജാവിനോട്. അതുകൊണ്ട് രാജാവിനെ അങ്ങോട്ട് ശപിച്ചു. യസ്മാന്മേ ഭക്ഷിത പാപ കാമാർത്തായാപതിസ്ത്വയാ തവാപി മൃത്യുരാധാനാത് അകൃതപ്രജ്ഞ ദർശിത. അകൃതപ്രജ്ഞ പാപമാചരിക്കുന്ന ദുർബുദ്ധേ യസ്മാത് യാതൊന്നു ഹേതുവായിട്ട് കാമാർത്തായ മേ പതി കാമാർത്തയായ എൻ്റെ ഭർത്താവ് ത്വയാ ഭക്ഷിത നിന്നാൽ ഭക്ഷിക്കപ്പെട്ടുവോ തസ്മാൽ അത് ഹേതുവായിട്ട് തവാ അപി നിനക്കും ആധാനാൽ മൈഥുനം ഹേതുവായിട്ട് മൃത്യു മരണമെന്ന് മയാ ദർശിത എന്നാൽ ദർശിക്കപ്പെട്ടു. ബ്രാഹ്മണി ചെയ്ത ശാപം എന്താണെന്ന് പറയണം. പാപിഷ്ഠനായ ദുർബുദ്ധേ, കാമാർത്ഥയായ എൻ്റെ ഭർത്താവിനെ നീ ഭക്ഷിച്ചതുകൊണ്ട് നിനക്കും മൈഥുന ഹേതുവായി തന്നെ മരണം നേരിടും. ശപിച്ചു. ഏവം മിത്രസഹം ശബ്ദ്വാ പതിലോകപരായണ തദസ്ഥീനി സമിദ്ധേഗ്നൗ പ്രാസ്യ ഭർത്തുർഗതിം ഗതാ. ഏവം മിത്രസഹം ശബ്ദ്വാ ഇപ്രകാരം മിത്രസഹനെ ശപിച്ചിട്ട് പതിലോകപരായണാഹ ഭർത്തൃലോകത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവളായിട്ട് സമിദ്ധേ അഗ്നൗ ജ്വലിപ്പിച്ച അഗ്നിയിൽ തദസ്ഥീനി പ്രാസ്യ അദ്ദേഹത്തിന്റെ അസ്ഥികളെ പ്രക്ഷേപിച്ചിട്ട് ഭർത്തുഗതിം ഗത ഭർത്താവിന്റെ ഗതിയെ ഗമിച്ചു. ഇങ്ങനെ സൗദാസനെ ശപിച്ച ശേഷം ആ ബ്രാഹ്മണ പത്നി ഭർത്താവ് ഏത് ലോകത്തിലേക്കാ പോയത്? ആ ലോകത്തിൽ തന്നെ അദ്ദേഹത്തിനോട് തന്നെ ചേരണം എന്ന് വിചാരിച്ചിട്ട് അഗ്നിയെ ജ്വലിപ്പിച്ചു. ഭർത്തൃശരീരാസ്ഥികളെ അഗ്നിയിലിട്ട് അതോടുകൂടി ആ ബ്രാഹ്മണിയും തൻ്റെ ശരീരത്തെ ദഹിപ്പിച്ച് ഭർത്തൃലോകത്തെ പ്രാപിച്ചു. വിശാപോ ദ്വാദശാബ്ദാന്തേ മൈഥുനായ സമുദ്യത വിജ്ഞായ ബ്രാഹ്മണീ ശാപം മഹിഷ്യാ സനിവാരിത. ദ്വാദശാബ്ദാന്തേ 12 വർഷാവസാനത്തിൽ വിശാപ ശാപമുക്തനായിട്ട് മൈഥുനത്തിനായിക്കൊണ്ട് സമുദ്യത പരിശ്രമിച്ചു. ബ്രാഹ്മണി ശാപം വിജ്ഞായ ബ്രാഹ്മണി ചെയ്തതായ ശാപത്തെ അറിഞ്ഞിട്ട് മഹിഷിയാൽ സ നിവാരിത അദ്ദേഹം നിരോധിക്കപ്പെട്ടു. 12 വർഷം കഴിഞ്ഞപ്പോൾ ശാപമുക്തനായി സൗദാസ മഹാരാജാവ്. അങ്ങനെ ഭാര്യയുടെ സമീപത്ത് ചെന്നു സംയോഗത്തിനായിട്ട് ഒരുങ്ങി. അപ്പോൾ ഭാര്യയ്ക്കറിയാം, മദയന്തിക്കറിയാം ബ്രാഹ്മണി ശപിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വേഗം ഭർത്താവിനെ നിരോധിച്ചു. വേണ്ട, മരണം സംഭവിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അവര് തടഞ്ഞു. തത ഊർധ്വം തത്യാജ സ്ത്രീസുഖം കർമ്മണാ പ്രജാ വസിഷ്ഠസ്തദനുജ്ഞാതോ മദയന്ത്യാം പ്രജാമഥാൽ. തഥാ ഊർധ്വം അതിനുമേൽ സ അദ്ദേഹം സ്ത്രീസുഖത്തെ തത്യാജ ത്യജിച്ചു. കർമ്മണ കർമ്മത്താൽ അപ്രജാ അഭൂത് അപത്യഹീനനായി ഭവിച്ചു. തദനുജ്ഞാത വസിഷ്ഠ അദ്ദേഹത്തിനാൽ അനുജ്ഞ നൽകപ്പെട്ട വസിഷ്ഠൻ മദയന്തിയിൽ പ്രജാം അഥാൽ പ്രജയെ ആധാനം ചെയ്തു. അത് പിന്നെ സൗദാസൻ സ്ത്രീ സുഖത്തെ ഉപേക്ഷിച്ചു. മരിക്കും എന്നുള്ള പേടി കാരണം. അങ്ങനെ തൻ്റെ കർമ്മദോഷം കൊണ്ട് തന്നെ സന്താനഹീനനായ സൗദാസൻ സന്താനം ഉണ്ടാവണ്ടേ. അപ്പോൾ തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് തൻ്റെ ഭാര്യയിൽ സന്താനത്തെ ജനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അതനുസരിച്ച്
വസിഷ്ഠൻ മദയന്തിയിലെ പ്രജാധാനം ചെയ്തു. സാ വൈ സപ്തസമാഗർഭം അഭിഭ്രം നവ്യജായത ജഘ്നേ അശ്മനോദരം തസ്യാ സോ അശ്മകസ്തേന കഥ്യതേ. സാ അവൾ സപ്തസമാഹ 7 വർഷം ഗർഭം അഭിപ്രൽ ഗർഭത്തെ ഭരിച്ചു. നവ്യജായത പ്രസവിച്ചില്ല. തസ്യാ ഉദരം അവളുടെ ഉദരത്തെ അശ്മന കല്ലുകൊണ്ട് ജഘ്നെ ഹനിച്ചു. സ അദ്ദേഹം അശ്മക കഥ്യത്തെ അശ്മകൻ എന്ന് പറയപ്പെടുന്നു. മദയന്തി അങ്ങനെ ഗർഭിണിയായി 7 വർഷം ഗർഭം ധരിച്ചിരുന്നിട്ടും പ്രസവിക്കാതെ ആയപ്പോ വസിഷ്ഠൻ കല്ലുകൊണ്ട് 7 വർഷം 7 മാസമല്ല കേട്ടോ, 7 വർഷം. അപ്പോ വസിഷ്ഠൻ കല്ലുകൊണ്ട് ആ രാജ്ഞിയുടെ ഉദരത്തെ കല്ലുകൊണ്ട് എന്താ പറയാ ഇടിച്ചു. അങ്ങനെ കല്ലുകൊണ്ട് പ്രഹരിച്ചിട്ട് ജനിച്ച പുത്രനായതുകൊണ്ട് അശ്മകൻ എന്ന് നാമകരണം ചെയ്തു. അശ്മകം എന്ന് പറഞ്ഞാൽ കല്ല്. അശ്മകാൻമൂലകോ യജ്ഞേ യസ്ത്രീഭി പരിരക്ഷിത നാരീ കവച ഇത്യുക്തോ നിക്ഷത്രേ മൂലകോ ഭവൽ. അശ്മകാൽ അശ്മകനിൽ നിന്ന് മൂലക ജജ്ഞെ മൂലകൻ ജനിച്ചു. സ്ത്രീകളാൽ പരിരക്ഷിത പരിരക്ഷിക്കപ്പെട്ട യാതൊരുവൻ. നാരീകവച ഇത് യുക്ത നാരീകവചൻ എന്ന് പറയപ്പെടുന്നു. നിക്ഷത്രേ ക്ഷത്രാഭാവത്തിൽ മൂലക അഭവൽ മൂലകനായിട്ട് ഭവിച്ചു. അശ്മകന്റെ പുത്രൻ മൂലകൻ. പരശുരാമൻ ആ ക്ഷത്രിയ കുലത്തെ സംഹരിക്കണ കാലമായിരുന്നു അത്. അപ്പോ പരശുരാമൻ വരുമ്പോ പുതിയ ദമ്പതികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വധിക്കില്ല. അതാണ് പരശുരാമന്റെ ഒരു നിഷ്ഠ. അപ്പൊ എന്ത് ചെയ്യും? പരശുരാമൻ വരണ വേണ്ട ഈ രാജകുമാരന്റെ ചുറ്റും സ്ത്രീകൾ അങ്ങോട്ട് ചെന്നിരിക്കും. അതേമാതിരി മാലയൊക്കെ ഇട്ടിട്ട് വരണ മാതിരി ഇരിക്കും. അപ്പൊ അങ്ങനെ പരശുരാമനിൽ നിന്ന് ഈ സ്ത്രീകള് അദ്ദേഹത്തെ രക്ഷിച്ചു. അതുകൊണ്ട് നാരീകവചൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നു. പിന്നെ ക്ഷത്രിയകുലം നശിക്കുന്ന അവസരത്തില് അതിനെ നിലനിർത്തുന്ന രാജാവായതുകൊണ്ട് മൂലകനെന്നും അദ്ദേഹത്തിന് പേരുണ്ടായി എന്ന് പറയുന്നു. നാരീകവചൻ എന്നും പേര്, മൂലകനെന്നും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.